ഗുഡ് മോർണിംഗ്, അജിത്താണ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഉള്ളത് ഇവിടെ നേപ്പാളിലെ നമ്മളെ ത്രിഭുവൻ എയർപോർട്ടിലാണ്, അതിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സൂരജ് ഭായിനൊക്കെ യാത്ര പറഞ്ഞു, ടാറ്റ പറഞ്ഞയച്ചു. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞില്ല, നമ്മളൊരു മൗണ്ടൻ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ, അതെടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ മഴയുണ്ട്. അതൊന്ന് പോകാൻ പറ്റുമോ അറിയില്ല, നമ്മൾ നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്രയും 4:30 ആവും, 5 മണിയോ? 4:30 ആയിട്ടുള്ളൂ നമ്മൾ സമയം രാവിലെ. അപ്പോൾ നമുക്കൊരു 5 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 6 മണിക്കാണ് ഈ ഫ്ലൈറ്റ് ഉള്ളത്. എയർപോർട്ടിൽ ഇങ്ങനെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ വരുന്നുള്ളൂ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡൊമസ്റ്റിക് അതിന് ഫ്ലൈ ചെയ്യാനുള്ള ആളുകളും എനിക്കൊന്ന് ചിലപ്പോൾ ഇതുപോലെ മൗണ്ടൻ അത് ബുക്ക് ചെയ്ത ആളുകളല്ല അധികം ഉള്ളതുകൊണ്ട്, കാരണം ലഗേജ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ലോക്കൽ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകളായിരിക്കും. അല്ല, ഇവിടുന്ന് ലോക്കൽ ഡൊമസ്റ്റിക് സാധനങ്ങളല്ല, ഇത്രയും ലഗേജ് ആയിട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിലേ ഈ പരിപാടിക്ക് വരുന്നവരായിരിക്കില്ലല്ലോ. അതെന്തായാലും നമ്മൾ നോക്കട്ടെ. നമ്മളെന്തായാലും ബുക്ക് ചെയ്തിരിക്കണ യതി എയർലൈൻസിൻ്റെ ഒരു ഇതിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം കുറേ വേറെ സർവീസുകളുണ്ട്. ബുദ്ധ എയറിൻ്റെ സർവീസ് ഉണ്ട്, ബുദ്ധ എയറിനുണ്ട്, പിന്നെ യതി എയർലൈൻസിൻ്റെ ഉണ്ട്. ഇവിടെ ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തുറക്കുമ്പോഴേക്കും നമ്മളിവിടെ ഒന്നാണ് രാവിലെ. എന്താവും കണ്ടറിയാം, കാരണം മഴയും ഇതൊക്കെ ക്ലൈമറ്റ് റെഡി അല്ലെങ്കിൽ ഈ സർവീസ് ഇവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യും അല്ലേ തിരുമേനി? അതെ, മഴയൊക്കെ ഇല്ല, ക്ലൈമറ്റൊക്കെ അടിപൊളിയാണെങ്കിൽ അവർ നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസിൽ മെയിനായിട്ടുള്ള ഒന്ന് ഈ ഞാൻ പറഞ്ഞില്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബഞ്ചി ജമ്പിങ്, പിന്നെ നമ്മുടെ അവിടെയുള്ള കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ സാധനങ്ങൾ. അതുകൂടാതെ ചെയ്യാനുള്ള ഒന്നാണ് പിന്നെ ഈ എവറസ്റ്റ് വ്യൂ മൗണ്ടെയിൻ ഫ്ലൈറ്റ്. അതായത് എവറസ്റ്റിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഫ്ലൈറ്റിൽ ഒരു 3/4 മണിക്കൂർ അങ്ങോട്ട് എടുക്കും, ജസ്റ്റ് കറങ്ങി വരാം. അപ്പോൾ എവറസ്റ്റിൻ്റെ ജസ്റ്റ് ദൂരെ നമുക്കൊന്ന് കാണാമെന്നുള്ളൊരു സാധനം. പിന്നെ അതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസാണ് മൻകാമന കേബിൾ കാറ്, അതൊക്കെ. പിന്നെ ഇവിടെ അധികവും വരുന്നത് ഈ അമ്പലങ്ങളും ബുദ്ധിസ്റ്റ് എന്താ പറയുക മൊണാസ്ട്രികളും, പിന്നെ അതുപോലെ ഇവരുടെ രാജാക്കന്മാരുടെ പഴയ പാലസുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം ഒരുവിധം കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നും പിന്നെ നാളെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ഇന്നും കൂടെ ഉള്ളൂ ഇനിയിപ്പോൾ. ഇപ്പം ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും, ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുക. കാരണം ഇത് വളരെ ആകാംക്ഷയോടെ ബുക്ക് ചെയ്തേ മമ്മൂട്ടി വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. അവിടെ അനൂപ് പുതിയൊരു ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ 1800 നേപ്പാളി, അടിപൊളി ജാക്കറ്റല്ലേ? ഇവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ടോ, അതായത് ലോക്കൽ ഇവിടെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകൾ, പിന്നെ ഇതുപോലെ നമ്മളെ പോലെ ഈ മൗണ്ടൻ ഫ്ലൈറ്റ് എടുക്കാനുള്ള കുറച്ച് ആളുകൾ, അതുകൂടാതെ ഇവിടെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ടീമുകൾ, അങ്ങനെ കുറേ മൊത്തത്തിൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കൗണ്ടറൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പൺ ചെയ്ത് ഇവിടെ ആളുകൾ വന്നു. അപ്പോൾ യതി എയർലൈൻസിൻ്റെ ഇതിൽ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ടിക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ പിന്നെ ടിക്കറ്റ് ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ആദ്യം. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി പോയി നോക്കാം, കാരണം ഇത് ഉറപ്പില്ല നടക്കുമെന്ന് എപ്പോഴും. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടുക ഒക്കെ പരിപാടിയൊക്കെ ചെയ്യും, എന്നിട്ടും ചിലപ്പോൾ ക്യാൻസൽ ആവാം ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ. നമ്മളവിടെ കോഴിക്കോട് നിന്നുള്ള വേറെ ടീമിനെ കണ്ടു, അവർ ഇന്നലെ വന്നു, എന്നിട്ട് നടക്കാത്ത കാരണം ഇന്നൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് നടക്കുമോ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് നടന്നില്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ നാളെയും കൂടെ ഇവിടെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിത് ഈ പരിപാടി ചെയ്യൽ നടക്കില്ല. നമ്മൾ പ്രതീക്ഷയോട് കൂടി പോകാം. ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ 2 പോകാനാണ് പറഞ്ഞത്. എവിടെ ഗേറ്റ് നമ്പർ 2? ഗേറ്റ് നമ്പർ 2 അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഇതിനുള്ളിൽ ഒരു ചെക്ക് ഉണ്ട് കേട്ടോ. ആ ചെക്ക് കഴിഞ്ഞിട്ടാണ് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിനി ഗേറ്റ് നമ്പർ 2 പോകാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ളിൽ
ചെക്ക് ഇൻ ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഓക്കെ ചായ കുടിക്കണമെന്നോ? അപ്പോൾ നമ്മൾ ചെക്കിൻ കഴിഞ്ഞിട്ടേ നമ്മളിനി എൻട്രിക്ക് അവർ കോൾ ചെയ്യും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നടന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മൗണ്ടൻ ഫ്ലൈറ്റ് ക്യാൻസലായിട്ടോ. ഇനി നമുക്കിത് കാര്യം ചെയ്ത് നോക്കാം. നാളത്തേക്ക് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നാളെ രാവിലെയും ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതല്ലെങ്കിൽ ഇത് നാളെ നമുക്കിത് നടക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഇന്നിനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ കറങ്ങാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാൻ വിചാരിക്കണം. പിന്നെ ടിക്കറ്റ് ഒന്ന് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടി എന്താണെന്നുള്ളത് നമുക്കിവിടെ കൗണ്ടറിലൊന്ന് അന്വേഷിക്കാം. അപ്പോൾ നമ്മുടെ മൗണ്ടൻ ഫ്ലൈറ്റ് ഇന്ന് പണി പാളിയതിന് ശേഷം അത് ക്ലൈമറ്റ് രാവിലെ മോശമായത് കാരണം അത് എടുത്തില്ല, ക്യാൻസൽ ചെയ്തില്ല. നമുക്കപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എത്ര ദിവസം കാണിച്ചാലും അവരെ കാരണത്താൽ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം കൂടെ ഉള്ള കാരണം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇനി നാളെ രാവിലെയും പോയി നോക്കാം. നടക്കുന്നു വലിയ ഉറപ്പൊന്നുമില്ല, എന്തായാലും നാളെ രാവിലെ കൂടെ നമുക്ക് പോയി നോക്കാം. നടന്നാൽ നമുക്ക് കാണാത്രേ ഉള്ളൂ. അപ്പോൾ അത് പണി പാളിയതിനു ശേഷം നമ്മൾ വീണ്ടും റൂമിലേക്ക് വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഈ പശുപതി ക്ഷേത്രത്തിൽ, ഇവിടുത്തെ ഒരു ഫേമസ് കാഠ്മണ്ഡുവിൽ ഫേമസ് ക്ഷേത്രമാണ്, അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പശുപതി എന്ന് പറയുന്നതും ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതും പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിന് കുറേ 3 എൻട്രൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ റൂമിനടുത്തുള്ള ഏതൊരു എൻട്രൻസിലൂടെ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗങ്ങളിലും നമുക്ക് ഏകദേശം നമ്മൾ മുന്നേ പോയിരുന്ന ആ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരങ്ങളിലുള്ള പോലുള്ള കാഴ്ചകളാണ്. ഒരു ബ്രൗണിഷ് കളറാണ് മൊത്തം ഇവിടുത്തെ ബിൽഡിംഗ്. അത് ഈ ബ്രിക്കിൻ്റെ ആ തനത് കളർ നിലനിർത്താൻ വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്ങുകളും പുതിയ സ്ട്രക്ചറുകളൊക്കെ ആ പെയിൻറ്റിലും കളറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പഴയതൊക്കെ അങ്ങനെ തന്നെയാണ് ഓൾറെഡി ഉള്ളത്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ സൂരജ് ഭായ് ഇല്ല കേട്ടോ. സൂരജ് ഭായ് ഇന്ന് രാവിലെ തിരിച്ച് ആളുടെ ചുറ്റുവാനിക്ക് പോയി. അപ്പോൾ രാജുട്ടേട്ടൻ ആൾക്ക് സ്നേഹം കൊടുത്ത് ആൾക്ക് നമ്മളെ പിരിഞ്ഞു പോകാൻ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ രാജുട്ടേട്ടാ? സ്നേഹം മാത്രമാണല്ലോ. ആ അങ്ങനെ അത് കൊടുത്തിട്ടേ എന്താണ് ഇതിന് എന്താണ് ഇതിന് ആള് പറഞ്ഞ ഇതിന് കുച്ച് സമയമേ ഇതിന് എന്താണ് എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ, ഞാൻ മറന്നു പോയല്ലോ. ഇപ്പൊ കുറച്ച് മുന്നേ പറയുന്ന സാധനം എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ ചേട്ടാ എന്നാണ് ആള് ചോദിച്ചത്. പറ്റില്ല അല്ലേ? കുച്ച് സമയമേ ഇത്തിനി പ്യാർ ദേഹത്തോ എന്നൊക്കെ ചോദിച്ചിട്ടേ എന്താണ് അപ്പൊ അപ്പൊ ഇവിടേക്കൊക്കെ മെജോറിറ്റി പിന്നെ ഭക്തരാണ് വരുന്നത്. ഈ പശുപതി ടെമ്പിളൊക്കെ കാണാൻ വേണ്ടിയിട്ടേ അധികം ഇവിടുത്തെ തദ്ദേശീയരായ ഭക്തരും പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഭക്തരും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത് അധികം. പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളും ഇതുപോലെ എന്തൊക്കെയാണെന്ന് അറിയാൻ വരുന്ന നമ്മളെ പോലുള്ള കുറേ ആളുകളും ഉണ്ട്. ഉള്ളിലുണ്ടാവുക ഇത് രുദ്രാക്ഷത്തിന്റെ കായാണ്. ആ അപ്പൊ അത് ഇങ്ങനെ കേട്ടോ നാരങ്ങ പോലെ ഉണ്ടാവും ഈ കായ. അതിൻ്റെ ഉള്ളിലാണ് ഈ രുദ്രാക്ഷം ഉണ്ടാവുക. അപ്പൊ അതിൻ്റെയൊക്കെ കച്ചവടം ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ ഒരാളിരുന്നിട്ട് ഈ ഹാർമോണിയം വായിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ കുറെ രുദ്രാക്ഷ കച്ചവടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ ഏരിയകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു വലിയ ഒരു ഏരിയയിൽ തന്നെ കുറേ അമ്പലങ്ങളും അതിൻ്റെ ഇടയിൽ ആളുകൾ താമസിക്കുന്നതും ഇതൊക്കെ പണ്ട് ഇവർ ഈ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഓരോ ഏരിയകളിലാണ് കേട്ടോ. അവരുടെ അമ്പലങ്ങളും അവർ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത അമ്പലങ്ങളും അങ്ങനെയുള്ള കുറേ പ്രാർത്ഥനാ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത് നമുക്ക് രസം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പഴയ രീതിക്കുള്ള ഈ കൺസ്ട്രക്ഷനും ഇതൊക്കെ കാണാനൊരു രസമാണ്. അല്ല കുറേ കൊത്തുപണികളും രസങ്ങളായിട്ടേ കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെയാണ് നമ്മളെ ഈ ബാഗ്മതി നദി ഒഴുകണത് കേട്ടോ. ഈ പശുപതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഒഴുകുന്നുണ്ട്. അത് നമുക്ക് കാണാം അവിടെ. അതിൻ്റെ സൈഡിലാണ്, അതിൻ്റെ 2 കരകളിലുമായിട്ട് ആണ് ഈ അമ്പലത്തിൻ്റെ നിർമ്മിതികളുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെറിയ പാലങ്ങളൊക്കെ കാണാം. ഇവിടെ ഇതാണല്ലേ, ഇവിടെ ചിത കത്തിക്കൂലേ. അപ്പോൾ
തടയി പുഴ ഇത് കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ ഇവിടെ വന്ന് ഇവിടെ ഈ മെയിൻ ഈ ബലിതർപ്പണങ്ങളും കാര്യങ്ങളും ഇത് ശരിക്കും ഇത് ഡെഡ് ബോഡി കത്തിക്കണോ? ഇത് അറിയില്ല കേട്ടോ. ഇനി ഡെഡ് ബോഡി കത്തിക്കാണോ അതിന് വെറുതെ എന്തെങ്കിലും കത്തിക്കാണോ അറിയില്ല. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ശരിയാണ്, ഡെഡ് ബോഡികൾ തന്നെയാണ് കത്തിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വിശ്വാസപ്രകാരം അത് ഇവിടെ കൊടുത്തിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ പുഴയിലേക്ക് കളയും കേട്ടോ. അവിടെ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങളല്ലേ. അപ്പോൾ ഈ ബാഗ്മതി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ അവിടെ കൂട്ടം കൂടി വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. ഈ കരയിലാണ് വെച്ചാൽ ഇവർ ഈ മരണാനന്തര ക്രിയകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കരയിലൊക്കെ സ്റ്റെപ്പിൽ. ഇവിടുത്തെ ഒരു യൂട്യൂബറോ എന്തോ ഇൻഫ്ലുവൻസറൊക്കെയാണ് തോന്നുന്നത്. ആളെന്തൊക്കെയോ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആ പുഴയുടെ സൈഡിൽ നിങ്ങൾ മുകളിലേക്ക് കയറി അവിടെ കുറേ കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതികളാട്ടോ. ഒരു സൈഡിൽ ഇഷ്ടിക കൊണ്ടുള്ളതുണ്ട്, ഒരു സൈഡിൽ കരിങ്കല്ല് കൊണ്ടുള്ളതുണ്ട്. പല രീതിക്കുള്ള അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഗോപുരങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, ഇതിപ്പോൾ കുറേ എണ്ണം വരിവരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഈ കാണിച്ചുതരാം ഒരു മിനിറ്റ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലും ഈ ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എത്ര ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അറ്റം വരെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വാതിലുകളും ഇങ്ങനെ ഒറ്റയടിക്ക് ഒരേ ലൈനിലാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ അറ്റം വരെ ഇങ്ങനെ കാണാം. നമുക്കൊരു സൈഡിൽ നിന്ന് നോക്കാം. അപ്പോൾ എത്ര ഉണ്ട് എന്നൊക്കെ ഏകദേശം മനസ്സിലാവും. എന്നാലും കുറേ എണ്ണം ഉണ്ട്. ഇതെന്തായാലും ഒരു 10-12 എണ്ണം ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഈ ഇതിങ്ങനെ വരിവരിക്ക് കിടക്കുന്നുണ്ട്. ഒരു 10-12 കിടപ്പുണ്ട് കണ്ടോ. ഇതിലൊക്കെ ഒരു ലൈനിൽ ഇതിൻ്റെയൊക്കെ ഇതുകൾ ജനവാതിലുകളൊക്കെ ലെവലാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആളുകളെ വീണ്ടും വീണ്ടും കൊടുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് കർമ്മം കഴിയുമ്പോൾ അടുത്തത് വരുന്നുണ്ട്. അങ്ങനെ കൊടുന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞതൊക്കെ പുതച്ചിരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഇനിയും അടുത്ത് കത്തിക്കാനുള്ളതാണ്. ഇവിടെ കണ്ടോ അങ്ങനെ ആ ഡെഡ് ബോഡികൾ കൊണ്ടുപോകാനുള്ളേ മഞ്ചലുണ്ടാക്കുക എന്നാണ്. അതായത് ഈ മുളേൻ്റെ ഇതിൽ കെട്ടി ഉണ്ടാക്കുന്ന ആയിരിക്കും. ആ അട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. അതിവിടെ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ഒരാളിരുന്നിട്ട്. പിന്നെ ഇത് ദഹിപ്പിക്കാനുള്ള ഈ വിറകുകൾ ഇവിടെ ഇങ്ങനെ കൂട്ടം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ മേടിച്ച് കൊണ്ടുപോകാം അവിടെ നിന്ന്. ഇനി നമ്മളെന്തായാലും അവിടെ നിന്ന് ആ പുഴയുടെ തീരത്ത് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ട് പോവാണ്. കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കയറി നോക്കാം. അവിടെയൊക്കെ ഇതുപോലെ കുറേ ഗോപുരങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറേ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നു കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനത്തെ കുറേ കൺസ്ട്രക്ഷൻസ് ആണുള്ളത്. ഇത് കുറേ പഴയ കാലത്തെ കൺസ്ട്രക്ഷൻസും ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ മോഡേൺ സാധനങ്ങൾ, അതായത് റിനോവേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കാണാൻ ഭീകരമായ കൊത്തുപണികളൊന്നും ഈ ഭാഗത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റി. കാണാനില്ല അങ്ങനെ. ഒക്കെ ഇഷ്ടികം കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങും അതിലൊരു ചെറിയ തോതിലുള്ള കൊത്തുപണികൾ അത്രേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അത് ഈ പശുപതി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു അമ്പലമാണ്. ഇതപ്പോൾ ആൾ പറഞ്ഞ സ്ഥിതിക്കാണ് ഒരു സൗത്ത് ഇന്ത്യൻ രീതിക്കുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കുമല്ലോ അത്. ഇങ്ങനത്തെ അങ്ങനെയല്ല, ആ മറ്റേ ഉള്ളിലത്തെ ആ ഒരു രീതിക്ക് ആൾ കാണിച്ചു തന്നത് പറഞ്ഞു തന്നത്. അത് നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴെ വീണ്ടും ആ പുഴേൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്താൻ തോന്നുന്നു കേട്ടോ. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെ ആ പുഴ ഇങ്ങനെ കാണാം കേട്ടോ. പുഴ ഇങ്ങനെ അതിലൂടെ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ കരയിലൊക്കെ ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളും ഓരോ തറ പോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ മൊത്തം ഭാഗങ്ങൾ. അപ്പോൾ തിരുവേനിയുടെ ധ്യാന നിഗ്മനായിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഏരിയ കേട്ടോ, അങ്ങനെ പരന്ന് കിടക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു മെയിൻ അമ്പലം എന്ന് പറയുന്നത് ആ ഭാഗത്താണ്. അതിൻ്റെ ചുറ്റുകൂടെ ഇങ്ങനെ നമ്മൾ നടന്നിട്ടേ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആളുകളൊക്കെ ഇഷ്ടംപോലെ വന്ന് വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാന ക്ഷേത്രത്തിൻ്റെ കവാടം ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ഞാൻ ഉള്ളിലൊന്ന് കയറി നോക്കട്ടെ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി തമൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ തമൽ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ശരിക്കും നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ നമുക്കിനി രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു ബസ്സിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് കൊണ്ട് ബസ് കിട്ടില്ല. വേറെ ഏതൊരു സ്ഥലത്തേക്ക് ബസ് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് പിന്നെ തമിഴിലേക്ക് പോകാനോ പരിപാടി. എന്നാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയ ബസ്സിൽ കയറിയിട്ടേ ഒരു ഷാഹിദ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പട്ടൻ ദർബാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ബൈക്കുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പട്ടൻ ദർബാറിലേക്കാണ് ഇനി ഇപ്പോൾ പോയിക്കൊണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മൾ അവിടെ ഇറങ്ങും. അവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ കൂടെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് അവിടെ കാണാനുള്ള എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അവിടെ നിന്നേ ബസ്സിൽ തമിൽ പോകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ തമിൽ പോകുന്നതിന് മുന്നേ നമ്മളൊരു പട്ടൻ ദർബാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയും ഇങ്ങനെ ഇവരുടെ ക്ഷേത്രങ്ങളും ബുദ്ധ മൊണാസ്ട്രികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി ഇവിടുത്തെ ബസ് സ്റ്റാൻഡും ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ കാണാം നമുക്ക്. ബസ് സ്റ്റാൻഡ് അതുപോലെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഫുള്ള് കടകളാണ്. ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെ എല്ലാ സാധാരണ ഷോപ്പുകളാണ്. കുറേ ആളുകളുണ്ട് റോഡിലൊക്കെ, നിറച്ച ആളുകളാണ്. ഇവിടെ ഇനി ചന്തയുള്ള ദിവസമാണോ അറിയില്ല, എന്താണോ ഇവിടെ ഭയങ്കര തിരക്കാണ്. അല്ലെന്നെന്താ ഇവിടെ ചൊവ്വാഴ്ച ചന്ത? നമ്മളങ്ങനെ കുറേ മുന്നോട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മരത്തിൻ്റെ ഇതൊക്കെ ഉള്ള ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ ഇഷ്ടിക കൊണ്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏകദേശം സ്ട്രക്ചറുകൾ സ്ട്രീറ്റുകളൊക്കെ ഒരുപോലത്തെയൊക്കെ തന്നെ കേട്ടോ.
അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ദുർഗ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി നോക്കാം. അതാണ് ദുർഗ ടെമ്പിള്. അതിൽ കുറേ കൊത്തുപണികളുണ്ട് കേട്ടോ, നല്ല അടിപൊളി കൊത്തുപണികളുണ്ട്. ഇത് പിന്നെ മരത്തിൽ ഉള്ള കൊത്തുപണിയാണ്. പിന്നെ ഇതൊരു ദുർഗ ടെമ്പിളാണെന്ന് പറയുകയാണെങ്കിലും ഇതിൽ ഇവരുടെ ബുദ്ധ രീതിക്കുള്ള സാധനങ്ങൾ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണ് നമ്മളിവിടെ കാണുക മിക്കവാറും. അപ്പോൾ നമുക്കിവിടെ ഒരു സുഗത ബുദ്ധിസ്റ്റ് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതൊരു മംഗൾ ബസാർ, ഒരു 160 മീറ്റർ പോയാൽ മംഗൾ ബസാറാണ്. പിന്നെ മഹാബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് പോയാലാണ്. അപ്പോൾ നമ്മൾ ഈ കോളേജിൻ്റെ ഉള്ളിൽ കയറി നോക്കുന്നുണ്ട്. അതിനുള്ളിൽ കയറാൻ പറ്റുമോ? ഇവിടെ ഫുള്ള് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കേന്ദ്രങ്ങളാണ് മെയിനായിട്ട്. നമുക്ക് എന്തായാലും ഈ കോളേജിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ ആളൊന്നും ഇല്ലല്ലോ, ഇന്ന് കോളേജ് അവധിയാണോ? ഇതൊക്കെ പഴയ രീതിക്കുള്ള കൺസ്ട്രക്ഷനിൽ ഇപ്പോഴും നിൽക്കുക കേട്ടോ. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ആൾക്കിരിക്കാനുള്ള സ്ഥലങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഉണ്ടോ അതിൻ്റെ ബരാന്തയൊക്കെ. അവിടെ പക്ഷെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്, എന്താ അറിയില്ല. അത് നമ്മളിപ്പോൾ ഈ മംഗൾ ബസാർ എന്ന് പറഞ്ഞാൽ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഈ പിച്ചളയുടെ കുറേ ഇവരുടേതായ കുറേ ദീപങ്ങളും വിഗ്രഹങ്ങളും പാത്രങ്ങളും ഒക്കെ അങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. വലിയ വലിയ ഓരോ സാധനങ്ങൾ, അമ്പലങ്ങളുടെ മുകളിലുള്ള പോലെ സാധനങ്ങളും വിഗ്രഹങ്ങൾ, ഇവരുടെ ഈ ബുദ്ധ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള പോലെ സാധനങ്ങൾ ഒക്കെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. തുരുതുരായിരിക്കുന്നുണ്ട്. ഈ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ഉള്ളിക്കുള്ളിക്കൊക്കെ കുറേ നിറയെ സ്ട്രീറ്റുകളുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇങ്ങനത്തെ ഈ വിഗ്രഹങ്ങൾ ഇതിൻ്റെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഇതൊക്കെ തുരുതുര എന്ന് പറയുന്ന നമ്മൾ ആ ഒരു പ്രയോഗം ഉണ്ട്, അതേ മിക തുരുതുരാണ് ടക്ക് പോലെ. അപ്പോൾ നമ്മളങ്ങനെ നടന്നേ ലളിത്പൂർ മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റി ആൻഡ് പട്ടൻ മ്യൂസിയം ആ സാധനത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, പഴയ വലിയ ബുദ്ധക്ഷേത്രങ്ങൾ. അതിൻ്റെ ബാക്കിലേക്ക് ഞാൻ കടക്കട്ടോ. നമ്മൾ ഈ ചൈനീസ് സിനിമയിലൊക്കെ കാണുന്ന മാതിരിക്ക് ഇവിടെ ചുറ്റുപാടൊക്കെ ഭയങ്കര റഷും സാധാരണ ഇവിടുത്തെ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ബിൽഡിംഗ് സ്ട്രക്ചറും സാധനങ്ങളൊക്കെ നമ്മൾ ഈ ചൈനീസ് മോങ്സിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന മാതിരിക്കുള്ള ഓരോ അമ്പലങ്ങളും സ്ട്രക്ചറുകളൊക്കെ കേട്ടോ. ഇവിടെ പുതിയ ഉണ്ടാക്കുന്ന സ്ട്രക്ചർ പോലും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഈ ബുദ്ധക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ കോഫി ഷോപ്പുകളും ഇവരെ ഈ ഒരു പഴയ നിർമ്മിതികളുടെ ഇടയിലൊക്കെ കോഫി ഷോപ്പുകൾ, പിന്നെ ഇതുപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു ടൂറിസത്തിൻ്റെ കൺസെപ്റ്റിലേ ഇതൊന്നും ഇപ്പോൾ അമ്പലങ്ങളായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൂടിയിട്ടും ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ വരും, ഫോറിനേഴ്സൊക്കെ വരും. അപ്പോൾ അവിടെ കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നൊരവസ്ഥ കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഒരു പുതിയ എൻട്രൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്തൊക്കെയോ. ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് വരാം ഇവിടെ. ആ അപ്പോൾ ഇവിടെയൊക്കെ നിറയെ ഇതുപോലെ ഇവരുടെ ഈ കൺസ്ട്രക്ഷൻസും സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്.
ഇവരുടെ ചരിത്രമൊക്കെ ഉണ്ട്, ഇവരുടെ ഭരണകാലത്തുള്ള കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, ഇതൊക്കെ കാണുക എന്നുള്ള ഒരു ഇത് ഇനി നോക്കുന്നുള്ളൂ. കാരണം നമ്മൾ കുറച്ചൊക്കെ ഇവരുടെ മല്ല രാജവംശത്തിൻ്റെയും ഷാ രാജവംശത്തിൻ്റെയും ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ മറ്റേ കാഠ്മണ്ഡു ദർബാർ പോയപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഗൈഡിൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ കേട്ട് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഭയങ്കര രസമുള്ള കൺസ്ട്രക്ഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ചൈനീസ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഈ മോങ്കുകളുടെ ഓരോ ഏരിയകളും. ഇപ്പോൾ ഇവിടെ നിറയെ ആളുകൾ, സാധാരണ ഇവിടുത്തെ ആളുകളൊക്കെ ഇത് കാണാനും ഒക്കെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഈ ഏരിയ നല്ല രസമായിരിക്കും. അവിടെ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇതിൻ്റെ കുറേ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഒരു രഥഘോഷയാത്ര പോലെ അവർ നടത്തുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ. അതിൽ ആളിരുത്തിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ടയറൊക്കെ ഇപ്പോൾ റബ്ബറിന് കേട്ടോ, സാധാ ടയറൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഏജ്ഡായിട്ടുള്ള ഒരാളാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടേ ഈ തെമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ലൈവ്ലി ആയിട്ടുള്ള നൈറ്റ് ലൈഫൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലും ഇതുപോലെ നമുക്ക് കച്ചവട സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാവും. അങ്ങനെ ചെരുപ്പുകളുടെ കടകളും ഇവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സുകളുടെ കടകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ ഷോപ്സാണ്, ഷോപ്പിംഗ് സ്ട്രീറ്റുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ട് നടന്നു നോക്കാം അതിലൂടെ ഒന്ന്. പിന്നെ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഈ സ്ട്രീറ്റിലൂടെ ബൈക്ക് അലൗഡാണ് കേട്ടോ. അപ്പോൾ ആളുകൾ നടന്നുകൊണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബൈക്കുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇഷ്ടം പോലെ. സൈഡിലൊക്കെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബൈക്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ബിസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മൾ ആ ബിസി റൂട്ടിൽ നിന്ന് ഇടയിലേക്ക് ഒരു റോഡിലേക്ക് കയറി. അപ്പോൾ ഇവിടെയൊക്കെ സൈക്കിളുകളുടെയൊക്കെ കട കേട്ടോ, ഗുരുതുര സൈക്കിളുടെ കട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടേ കുറച്ചും കൂടെ ആളൊഴിഞ്ഞ ഒരു സ്ട്രീറ്റുകളിലേക്ക് എത്തി. ഇവിടുത്തെ തുണികളൊക്കെ വിൽക്കുന്ന കടകളും പിന്നെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും കേട്ടോ. അതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ മുംബൈയിലെ ധാരാവിലൂടെയൊക്കെ പോകുന്നതിൻ്റെ കുറച്ചും കൂടെ നീറ്റായിട്ടുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും നമുക്ക് തോന്നുക. ധാരാവിൽ കുറച്ചും കൂടെ ഇത്രയും നീറ്റ്നെസ് നമുക്ക് ഉണ്ടാവില്ല. ഇവിടെ കണ്ട ചെറിയ പച്ചക്കറിയൊക്കെ വിൽക്കാൻ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. അവരെ ട്രഡീഷണൽ ഇപ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് ഉള്ളതാണോ. പെട്രോളും ഡീസലും ഒക്കെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നുണ്ട്. പറഞ്ഞു തയ്യൽ കടകളും അപ്പോൾ ഈ തെമൽ എന്ന് പറയുന്ന ഭാഗം കുറച്ചും കൂടി ഒരു പോഷായിട്ടുള്ള ഏരിയ കേട്ടോ. കാരണം ഇവിടുത്തെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഒരു പോഷ് ഇതിലാണുള്ളത്. നമുക്ക് റേറ്റും ഉണ്ട്, അതിനനുസരിച്ച് കാഴ്ചയ്ക്കും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.